CBCI ആസ്ഥാനത്ത് ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനം മെത്രാപ്പൊലീത്ത. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു. ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നുവെന്ന് യുഹാനോൻ മാർ മിലിത്തിയോസ്. പള്ളികൾ നശിപ്പിക്കുന്നത് ഒരു പദ്ധതിയായി ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് പ്രധാനമന്ത്രിയെന്നും ബിഷപ്പ് പറഞ്ഞു. ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാമോളപ്പിൽ, സിറോ മലബാർ സഭയുമായി പ്രധാനമന്ത്രി ഏറെ അടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിൽ ചർച്ചയാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ ഇപ്പോൾ ഈ പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്? തീർച്ചയായും സുജയ പാർവതി, ഇത്തരത്തിലുള്ള പ്രതികരണം അതും ക്രിസ്തുമസിന്റെ തലേ ദിവസം മെത്രാപ്പൊലീത്ത മിലിത്തിയോസ് നടത്തുന്നതിന് മുന്നിൽ കൃത്യമായ ഒരു നിലപാടും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഡിയോ തന്നെ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. കാരണം പ്രധാനമന്ത്രി അവിടെ ബിഷപ്പുമാരെ വിളിച്ച് അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഇങ്ങകലെ പാലക്കാട് അതേ സംഘടനയിൽപ്പെട്ട BJPയുടെ പോഷക സംഘടനയിൽപ്പെടുന്ന ആളുകൾ പുൽക്കൂട് തകർക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളികളും മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊക്കെ തകർക്കാൻ മുൻകൈയെടുക്കുന്ന എന്നടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണവും ഒരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. മുൻപും അദ്ദേഹം വ്യത്യസ്തമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്തയാണ് അദ്ദേഹം. തികഞ്ഞ ഒരു ഇടതുപക്ഷ സ്വഭാവത്തോടുകൂടി പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ മറ്റൊരു സഭകളിലെയും മെത്രാപ്പൊലീത്തമാരോ ബിഷപ്പുമാരോ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് മെത്രാപ്പൊലീത്ത മിലിത്തിയോസ് ഇത്തരമൊരു പ്രതികരണവുമായി ക്രിസ്തുമസ് തലേന്ന് രംഗത്തെത്തുന്നതെന്നും ശ്രദ്ധേയമാണ് സുജയ. ഇതിനോടുള്ള പ്രതികരണങ്ങൾ പ്രത്യേകിച്ചും തൃശൂർ രൂപതയിൽ നിന്നോ മറ്റോ വരുന്നുണ്ടോ ജെയ്സൺ? അദ്ദേഹത്തിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അവരും കണ്ടു കാണുമല്ലോ. തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവരൊക്കെ ഡൽഹിയിലാണ്. നാം മനസ്സിലാക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണ് എന്ന് തന്നെയാണ്. അവർ ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ തിരിച്ചെത്തൂ. പക്ഷേ ഇദ്ദേഹം നടത്തിയ പ്രസ്താവനയോട് മറ്റു രീതിയിലുള്ള പ്രതികരണത്തിനൊന്നും സീറോ മലബാർ സഭയുടെ ഏതെങ്കിലും ബിഷപ്പുമാർ ഇപ്പോൾ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പ്രതികരണങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ പരിപാടികൾ നടന്നത്. പ്രധാനമന്ത്രി ആദ്യമായി CBCI ആസ്ഥാനത്തെത്തി അവിടുത്തെ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയിൽ വളരെ സ്നേഹോഷ്മളമായ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വരുന്ന ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഇതിനോട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അടക്കം എന്തൊക്കെ പറയും എന്നതാണ് ഇനി അറിയേണ്ടത്.